നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എടുക്കുന്നില്ലല്ലോ. നീ ഒന്ന് ട്രൈ ചെയ്, എപ്പോഴെങ്കിലും എടുക്കാതിരിക്കത്തില്ലല്ലോ. സ്വിച്ച് ഓഫ് ആയി. എന്തോ പ്രശ്നമുണ്ട്. അച്ഛൻ നിന്നെ കോളേജിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോ ജീവൻ രാജനെ വിളിച്ചു നിർത്തി നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. മോളെ, നീ ഇരുട്ടത്ത് വന്നിരിക്കാതെ എന്നിട്ട് അപ്പുറത്തേക്ക് വാ. ഞാൻ വന്നോളാം. അല്ല, നിനക്ക് കഴിക്കാൻ ചപ്പാത്തി മതിയോ? ചേച്ചി. എന്താ മോളെ? എന്താ മോളെ? ചേച്ചി കോളേജിൽ വന്നപ്പോ ഗോകുല് നിരപരാധിയാണെന്ന് പറഞ്ഞല്ലേ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ ഞങ്ങള് ഗോകുലിനെ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ തെളിവ് ഉടനെ തന്നെ കിട്ടും. ഗോകുല് നിരപരാധിയാണെങ്കിൽ ഗോകുലിന്റെ മറവിൽ രക്ഷപ്പെട്ടൊരു കുറ്റവാളി ഉണ്ടാവുമല്ലോ. അയാളെ പിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ മുഖംമൂടിയിട്ട ചെന്നായ ആര് തന്നെ ആയാലും ആ മുഖംമൂടി വലിച്ചു കീറുക തന്നെ ചെയ്യും. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയും ഇനി ഇരയാവാൻ പാടില്ല. നീ വെറുതെ ആലോചിച്ച് വിഷമിക്കാതെ വാ, അങ്ങോട്ട് എഴുന്നേറ്റ് വാ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ വിനയനെ വിളിച്ചിരുന്നു. ഫോൺ വാങ്ങാൻ വിനയന് അഡ്വാൻസും കൊടുത്തിരുന്നു. മുഴുവൻ കാശ് കയ്യില്ലാത്തതുകൊണ്ട് അന്നെനിക്ക് ഫോൺ വാങ്ങാൻ പറ്റിയില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് മുംബൈ വരെ പോകേണ്ടി വന്നു.
വന്നിട്ടത് വാങ്ങിക്കോളാന്ന് ഞാൻ വിനയനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പത് വാങ്ങാൻ വന്നാ. അപ്പൊ ഇയാളുടെ കാര്യമാണോ വിനയേട്ടൻ പറഞ്ഞത്? ഇയാൾക്ക് ഫോൺ വിറ്റുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞത് കള്ളമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ ഫോൺ വിനയേട്ടന്റെ കയ്യിൽ തന്നെ കാണും. ഒന്ന് വിനയനെ വിളിക്കാവോ? ഇപ്പൊ വിളിക്കാം. ആ ചിരോ ആരായിരുന്നു? വിനയേട്ടനെ കാണാൻ വന്നതാ. നീ അകത്തേക്ക് പോയിക്കോ. നിന്നോടാരാടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ കടയിൽ പോയിരുന്നു. ആ, ഞാൻ കട നേരത്തെ അടച്ചിരുന്നു. കാണാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പോയിട്ട് എനിക്ക് അത്യാവശ്യമുണ്ട്. ആ, എന്തിനാ വന്നേ? ആഹാ, വിനയനത് മറന്നോ? ഞാനാ ഫോൺ വാങ്ങാൻ വന്നതാ. ആ, ഫോണോ? ആ, അത് ഞാൻ വേറൊക്കെ കൊടുത്തിരുന്നു. എന്ത് പണിയാ വിനയ നീ കാണിച്ച്? എനിക്കിത് വേണമെന്ന് പറഞ്ഞതല്ലേ? ആ, എടാ, പെട്ടെന്നത് കൊടുക്കേണ്ടി വന്നു. നിനക്ക് ഫോൺ കിട്ടിയാ പോരെ? അതിലും നല്ലൊരു ഫോൺ ഞാൻ തരാം. നീ നാളെ കടയിലിട്ട് വാ. പക്ഷെ അത് ആ, എന്ത് പക്ഷേടോ, അതിലും നല്ല പുത്ത ഫോൺ കടയിൽ ഇരിപ്പുണ്ട്. അപ്പൊ പൈസ നീ നേരത്തെ പറഞ്ഞ വില തന്നാ മതി. പിന്നെന്താ? ഏതായാലും നീ ഇപ്പൊ ചെല്ലേ. ബാക്കി നമുക്ക് നാളെ കടയിൽ നിന്ന് സംസാരിക്കാം. ആ ശരി. ആ ശരി. ആവശ്യമില്ലാത്തടുത്ത് എന്തിനാ ഞങ്ങള്? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? മതിയായി. കൊറേ നാളായി ഞാനിത് കേട്ടോണ്ടിരിക്കുക. ചേച്ചി എന്ത് കേട്ടോണ്ടിരിക്കാന്നാ? നീ മാറനു. ചേച്ചി എന്ത്? ഞങ്ങൾ പോയേക്കാം. ചേച്ചി പോവല്ലേ? പുറത്തിറങ്ങി പ്രകടനം നടത്തി അച്ഛനെ ഇതിൽ കൂടുതൽ സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആരെയും ഒന്നും അറിയിക്കുന്നില്ല. അറിയിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനും എന്റെ മോളും മിണ്ടാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം. അമ്പിളി, എന്തിന്? എങ്ങോട്ട്? രഘുവേട്ടൻ എന്റെ ഫോണിലേക്ക് വിളിച്ചാനാണോ ചേച്ചി ഇറങ്ങി പോകുന്നത്? അതേടി, രഘുവേട്ടൻ ഇവിടെ ഉള്ളപ്പോ ഒളിച്ചും പാത്തുള്ള രഹസ്യം പറച്ചില്, പോയതിനു ശേഷം രാത്രി പകലൊന്നും ഇല്ലാതെ ഫോണിൽ വിളിച്ച് കഥ പറയല്. ഞാനങ്ങ് ഒഴിഞ്ഞു തന്ന നിങ്ങൾക്ക് പിന്നെ എന്തു ആവാലോ. ചീരുവിനെ നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഇതിനാണോ എന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. ദേ, നിങ്ങൾ എന്റെ ചേച്ചിയായി പോയി. ഇല്ലെങ്കിൽ മുഖം അടിച്ച് ഞാനൊന്ന് തന്നേനെ. അടിക്കടി അടിക്കേ. അവൾക്കൊന്നും പൊട്ടിക്കാനോ? അവൾക്കത് ആവശ്യമോ? നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചേ? നിങ്ങൾ പ്രേമസലാപം നടത്താണെന്നോ? ഇത്ര ചീപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നേ? നിങ്ങളെയാണോ ഇത്രയും നാളെ ഞാൻ ചേച്ചി എന്ന് വിളിച്ചേ? മതിയാനു, എല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോ നീ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട. എനിക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് എന്തറിയാവുന്ന? ഒരു ചുക്ക് നിങ്ങൾക്ക് അറിയില്ല. അതേടി, എന്നെ വണ്ടിയാക്കായിരുന്നല്ലോ നിങ്ങളെല്ലാരും ഇതുവരെ. അല്ലെങ്കിൽ പിന്നെ രഘുവേട്ടൻ നീ നേരത്തെ എന്തിനാ നിന്നോട് ഞാൻ അറിയാതെ രഹസ്യം സംസാരിക്കുന്നേ? ഇപ്പൊ രഘുവേട്ടൻ നീ നേരത്തെ നിന്നെ വിളിച്ചെന്തിനാ പറയടി? അമ്പിളി ഉറങ്ങിയെങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങി സംസാരിക്കാൻ പറഞ്ഞത് എന്തിനാ? പറ. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലെ കളങ്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കേൾക്കെ സംസാരിച്ചാൽ എന്താ? എന്റെ ഭർത്താവ് എന്നെ ഒളിച്ച് മറ്റാരോടും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഭാര്യ അത് ഇഷ്ടപ്പെടില്ല. രഘുവേട്ടൻ നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, നമ്മുടെ അച്ഛന്റെ സഹോദരിയുടെ മകനും കൂടിയാ. എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്വന്തം ജ്യേഷ്ഠൻ. ഞങ്ങൾ രഹസ്യം പറഞ്ഞു എന്നത് ശരിയാ. അതെന്താണെന്ന് പറഞ്ഞാലേ നിങ്ങളുടെ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ പറയാം. അനു, ഹലോ. അമ്പിളി അറിഞ്ഞ അമ്മാവനും എല്ലാം അറിയാലോ ഈശ്വര. ഹലോ അനു. ചേച്ചി മാത്രമല്ല, നമ്മുടെ അച്ഛന് ചില കാര്യങ്ങൾ അറിയരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അറിഞ്ഞ നിങ്ങൾക്ക് സഹിക്കില്ല.
നമ്മുടെ മഞ്ചാടി മോള് ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കാണോ എന്ന് സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. രഘുവേട്ടന അതെന്നെയും ചീരുവിനെ അറിയിച്ചത്. നിങ്ങൾക്കൊരു കുഞ്ഞ് അനിയത്തിയുണ്ട്, മഞ്ചാടി. അവൾക്ക് വേണ്ടി ചീരൂര് ത്യാഗം ചെയ്യേണ്ടി വരും. കോവളത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് മഞ്ചാടിയുടെ കൂടെ ഉണ്ടായിരുന്ന ജീവൻ രാജിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആ മുറിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ഫോൺ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ കയ്യിൽ കിട്ടുകയും അവനതായിട്ട് മുങ്ങുകയും ചെയ്തു. ഹോട്ടൽ മാനേജറിലൂടെ വിവരം അറിഞ്ഞ ഹേമന്ത് ആ ക്ലീനിങ് സ്റ്റാഫിനെ കണ്ടെത്തി ചോദിച്ചപ്പോ അവനത് വിനയന് വിറ്റതായിട്ട് അറിഞ്ഞു. ആ ഫോൺ നമുക്ക് കിട്ടിയിട്ട് എന്താ രഘുവേട്ട കാര്യം? അതിലെന്താ ഉള്ളത്? 2 കാര്യങ്ങളാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊന്ന് ഗോകുൽ നിരപരാധിയാണെന്ന തെളിവ് അതിലുണ്ടായേക്കാന്ന. രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് കേട്ടാ ഞെട്ടരുത്, നമ്മുടെ മഞ്ചാടിയുടെ പുറത്തു കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങളാവാതെ. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായിട്ടും മഞ്ചാടി ഇവിടെ വന്ന് അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞത്? അനു, ഇനിയെങ്കിലും അച്ഛനോട് എല്ലാ സത്യം തുറന്ന് പറയാം. മിണ്ടരുത് നിങ്ങള്. ഇതുവരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാം മറച്ചു വെച്ചത് ഇതുകൊണ്ടായിരുന്നു. ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ചേച്ചിക്ക് അറിയില്ല. ഇളയ മകളുടെ ഭാവിക്ക് ഭീഷണിയായി ഒരു ഫോൺ ആരുടെയോ കയ്യിലുണ്ടെന്നറിഞ്ഞ നമ്മുടെ അച്ഛന് സഹിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആ ബോംബ് കണ്ടെത്തി നശിപ്പിക്കും വരെ അച്ഛനും മഞ്ചാടിയോ അതിനെക്കുറിച്ച് അറിയരുത്. അറിഞ്ഞാലുണ്ടാവുന്ന ദുരന്തം ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. ശരിയാ, അച്ഛനെ മഞ്ചാടിയും അത് അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. അനു, എന്നോട് ക്ഷമിക്കാനു. ഞാനിതൊന്നും അറിയാതെ നിന്നെ രഘുവേട്ടനെ തെറ്റിദ്ധരിച്ചു. ചേച്ചിയോട് പൊറുക്കണം മോളെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ചേച്ചിയായി പോയില്ലേ. ഹലോ, ആ രഘുവേട്ടൻ ലൈനിൽ തന്നെ ഉണ്ടല്ലേ? ഇടി, അവൾക്ക് ഭ്രാന്താ. നീ എന്തിനെല്ലാം അവളോട് പറയാൻ പോയത്? ചേച്ചി കൂടെ എല്ലാം അറിയട്ടെ രഘുവേട്ടാ. നമ്മൾ മാത്രമായിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഫോൺ സ്പീക്കറിലിടുക. രഘുവേട്ടൻ ഇപ്പൊ എന്തിനാ വിളിച്ചെന്ന് ചേച്ചി കൂടെ അറിയട്ടെ. ചീരുവിനെ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. ആ ഫോൺ വിനയന്റെ കയ്യിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയെന്ന് പറഞ്ഞു. ഇനി വെച്ച് താമസിക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ നിന്ന് ബലമായിട്ടാണെങ്കിലും നാളെ തന്നെ ഫോൺ പിടിച്ചു വാങ്ങാനാ എന്റെയും ദാസങ്ങളുടെ തീരുമാനം. ഇനി അത് കൈ കിട്ടിയിട്ടേ ഞാനും ദാസങ്ങളും അങ്ങോട്ട് വരുന്നുള്ളൂ. അതൊരു അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞു നിർത്ത്. ആ ശരി, വിനയന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചെടുക്കല പ്രധാനം. രഘുവേട്ടൻ അത് കഴിഞ്ഞു വന്നാ മതി. ശരി, എന്നാ കിടന്നോ. ഗുഡ് നൈറ്റ്. രഘുവേട്ട ഫോൺ വെക്കല്ലേ. സോറി രഘുവേട്ട, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നെ വെറുക്കല്ലേ രഘുവേട്ട, പ്ലീസ്. ഇടി, ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി മാരപ്പോത്തെ. രഘുവേട്ട, ഹലോ. വിളി ഞാൻ പ്രതീക്ഷിച്ചതാ.
ഹലോ. ഹലോ, നിങ്ങൾ പറഞ്ഞതുപോലെ 12 ലക്ഷം രൂപ റെഡിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഫോൺ ഉടനെ തന്നെ തിരിച്ചേരാം. പണമായിട്ട് എങ്ങോട്ടാ വരണ്ടേ? നമുക്ക് നേരിൽ കാണാം. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പണം എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നേരിൽ കാണാം. എന്താ അതുപോലെ? അയ്യോ എന്റെ ചേട്ടാ, അത് നടക്കില്ല. പണം ക്യാഷായി എന്റെ കയ്യിലാ. ചേട്ടൻ സ്ഥലം പറഞ്ഞാ അവിടെ കൊണ്ടുവന്ന് കാശ് തരാം. അത് നടക്കൂല മോനെ. എനിക്ക് ക്യാഷ് എൻ്റെ അക്കൗണ്ട് വഴി തന്നെ കിട്ടിയിരിക്കും. ചേട്ടാ, ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ പറഞ്ഞ കാശ് കൈ തരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം? പണം നേരിട്ടുള്ളത് മറ്റു വഴിയിലൊന്നും അയക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എനിക്ക് മറ്റു വഴികളൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. അവൻ അടുക്കുന്ന ലക്ഷണമില്ല. നമ്മുടെ പ്ലാനൊന്നും നടക്കും തോന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഈ വിനയനോടാ അവന്മാരുടെ കളി. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല മക്കൾ. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ആ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. വിനേട്ടൻ ഫോൺ ചെയ്യുന്നത് കൊണ്ട് ശല്യപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. വിനേട്ടൻ എന്താ ഇങ്ങനെ? എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ പറയുന്നത് വിനേട്ടന് മനസ്സിലായില്ലേ? എന്തിനാ വെറുതെ അഭിനയിക്കുന്നേ? ദേ, ഇന്നലെ രാത്രി എനിക്ക് തന്ന വാക്ക് വിനേട്ടൻ മറന്നോ? അത് പാലിക്കില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കണ്ടേ? അങ്ങനെയൊന്നും പറയല്ല ജീരു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിനക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാ. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കണ്ടേ? അവർക്കൊരു കുറവില്ലാതെ വളർത്തണ്ടേ? അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് ഈശ്വരനായിട്ടൊരു അവസരം തന്നു. അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ കൈ കിട്ടിയ അവസരം തട്ടിക്കളഞ്ഞിട്ട് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒരു കാര്യമില്ല. വിനേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞ ഫോണിന് ആവശ്യക്കാർ കൂടി വരിക. ഇപ്പൊ അതിന്റെ വില എന്താണെന്നറിയോ? 12 ലക്ഷം. കുറച്ചുകൂടി ഒന്ന് ബലം പിടിച്ച 15 കിട്ടിയാൽ. പക്ഷെ അത് അത്യാഗ്രഹം ആവില്ലേ? അത്യാഗ്രഹം ആപത്താ. അതാ ഞാൻ 12 സമ്മതിച്ചത്. ആരാ അത്? അവർക്കെന്തിനാ ഫോൺ? രഘുവേട്ടൻ ആ ഫോൺ അന്വേഷിച്ച് നടക്കുന്നില്ലേ? അത് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കില്ലേ? അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. അതെന്താണെന്ന് വിനേട്ടൻ അറിയില്ലേ? അറിയാം. പക്ഷേ അത് പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് വിശ്വാസവഞ്ചനയായി പോകും. അത് ചെയ്യാൻ പാടില്ലല്ലോ, അല്ലേ? ചിരു, ഇപ്പോ എനിക്കൊരു ചിന്ത. എന്താണെന്നറിയോ? ഈ ഫോൺ ആവശ്യപ്പെട്ട് എനിക്ക് പണം തരാമെന്ന് പറഞ്ഞയാള് ഏതായാലും പ്രതിയായിരിക്കുമല്ലോ. അപ്പോ ഈ കേസിലെ വാദിക്ക് വിറ്റ കൂടുതൽ പണം കിട്ടും, അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ തെളിച്ചു പറയാം.
നീ ശ്രദ്ധിച്ച് കേൾക്കണം. ജയിലിൽ കിടക്കുന്ന ഗൂഗിളിനെ രക്ഷിക്കാൻ ഈ തെളിവുകൾ സഹായിക്കുമെന്ന് അറിഞ്ഞാൽ സച്ചി സാർ എന്തും തരില്ലേ? ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നതിൽ കൂടുതൽ തരും, അല്ലേ? എന്നുവെച്ചാ നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടോ? പിന്നെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ട് കണ്ടു. എന്റെ ചിരു, അതിനകത്ത് എന്താ ഉള്ളതെന്ന് നിനക്കറിയണ്ടേ? അതൊരു സംഭവം തന്നെയാ. ഞാനും ഒന്ന് കണ്ടോട്ടെ, എന്താ അതിലെന്ന് അറിയാലോ. നീ കാണണ്ട. അയ്യോ, വിഷമായോ? സാരമില്ല മോളെ, നിനക്ക് നിർബന്ധമാണെങ്കിൽ രാത്രി നമുക്ക് ടെറസിൽ പോയിരുന്ന് കാണാം. എന്താ അത് പോലെ? എന്താ കാണണ്ടേ? ആ, അപ്പോ ഞാനിന്ന് നേരത്തെ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എന്താ പിന്നെ ഞാൻ റെഡി ആയിട്ട് പോട്ടെ? നല്ല ചായ ഇതാ. ഇയാളൊരു മനുഷ്യനാണോ? ഞാനെങ്ങനെ ഇയാളുടെ ഒപ്പം ജീവിക്കുന്നത്? ഈ ഭൂമിയിലെ രക്തബന്ധത്തിനോ സ്നേഹബന്ധത്തിനോ ഒന്നും യാതൊരു വിലയും കൊടുക്കാത്ത മൃഗം ഇയാൾ. എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കളുടെ മൂക്കിന് എന്തുപറ്റി? എന്താ ഏട്ടാ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയും പറ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? തട്ടിക്കൊണ്ടുപോയി. അങ്കിളിനെ ഇടിച്ച് താഴെ ഇട്ടിട്ട് വിനേട്ടനെ ആരോ തട്ടിക്കൊണ്ടുപോയിന്നാണോ പറയുന്നത്? തട്ടിക്കൊണ്ടുപോയി. അയ്യോ ഈശ്വര, എന്തീ കേൾക്കുന്നേ? നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലേ ഉള്ളൂ, അതിനിടെ ആര് തട്ടിക്കൊണ്ടു പോയെന്നാ പറയുന്നേ? അവര് 2 ഗുണ്ടകളുണ്ടായിരുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വണ്ടി നിർത്തി ഇറങ്ങി ഒരുത്തൻ എന്നെ ഇടിച്ച് വീഴ്ത്തി. വേറെ ഒരുത്തൻ നാമവും പഴപ്പിച്ച് അവര് വണ്ടിയിലിട്ടൊന്ന് പോയി. അയ്യോ ഓളെ ചീരു, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അവനെ ആരായിരിക്കും പേടിച്ചോണ്ട് പോയത്? നേരത്തെ ഇതിനുള്ള ശ്രമം നടന്നതല്ലേ അമ്മ? ആരാണ് അവരെന്നും എന്തിനാ അവരെ പിടിച്ചോണ്ട് പോയെന്നും അമ്മയുടെ മകന് മാത്രമേ അറിയൂ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വാതുറന്ന് പറയില്ലല്ലോ. മോളെ, എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അവര് കണ്ടുപിടിച്ചോളും. തിരുകുളവാ, നമുക്ക് പോയി പരാതി കൊടുക്കാം. ഞാനെന്തിനാ? അങ്കിളല്ലേ സാക്ഷി. അങ്കിൾ തന്നെ പോയി പരാതി കൊടുത്താൽ മതി. നീയും കൂടി ഒന്ന് ചെല്ലും മോളെ, ഏട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ. ശരി, ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. വേഗം വന്ന്. ഏട്ടാ വേഗം ഒരു വണ്ടി വിളിക്ക്. എത്രയും വേഗം പോലീസിൽ അറിയിക്കണം. ഈശ്വര, എന്റെ മോനൊന്നും സംഭവിക്കല്ലേ. അതോ അവന്മാര് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ വന്നത്, അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് നടത്തിപ്പോകാൻ പറ്റില്ലല്ലോ. എന്നാലും അവന്മാർ ആരായിരിക്കും അങ്കിൾ? ആ ഫോൺ തന്നെ ആയിരിക്കും അവന്മാരുടെ ലക്ഷ്യം. അത് തന്നെ ആയിരിക്കണം രഘു. ആ ഫോണിന് നമ്മൾ കാണുന്നതിനേക്കാളും വലിയ വില മറ്റാരോ കാണുന്നുണ്ടാവണം. ഒന്നുകിൽ ആ ഫോൺ കിട്ടിയാലുള്ള നേട്ടമായിരിക്കണം അവരെ ഈ ഓപ്പറേഷൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഫോണിൽ അവർക്കെതിരെ ശക്തമായ എന്തെങ്കിലും തെളിവുണ്ടാവണം. അതായിരിക്കാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ അതാ ജീവൻ രാജ അയച്ച കൊട്ടേഷൻ ടീമായിരിക്കണം. അവനെതിരെ അതിൽ തെളിവുണ്ടെങ്കിൽ ഗോകുൽ നിരപരാധിയാണെന്ന് കണ്ടെത്താനും ആ തെളിവ് മതിയാവും. യെസ്, ആ തെളിവ് നശിപ്പിക്കാൻ ജീവൻ രാജ് എന്തും ചെയ്യുമെന്ന് ഉറപ്പാ. ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അവനായിരിക്കണം രഘു. ചീരുവ, ലംബോദർ നിങ്ങൾ ന്യൂസോടെ എത്തിച്ചു കാണും.
എന്തു പറയണം അങ്കിൾ? നമ്മൾ അറിഞ്ഞ കാര്യം ചീരുനോട് പറയണം. വേണ്ട, അത് തൽക്കാലം അറിയിക്കണം. നീ സ്പീക്കർ മോഡിലിട്ടെ. ആ ചിരു, എന്താ മോളെ? രഘുവേട്ടാ, വിനേട്ടനെ ആരോ തട്ടിക്കൊണ്ടുപോയി. എപ്പോ? എവിടെന്ന്? വീടിനടുത്തുള്ള ഒരു വഴിയിൽ വെച്ച്. അങ്കിളിനെയും കൂട്ടി കടയിലേക്ക് പോവുമായിരുന്നു. അത് അവന്മാര് തന്നെയായിരിക്കും രഘുവേട്ടാ. ആര്? രാവിലെ വീട്ടില് വിളിച്ചൊരു ടീം പണമായി വരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന് വിനേട്ടൻ പറഞ്ഞതാ. അവരായിരിക്കും എന്റെ ഡൗട്ട്. അങ്ങനെ പറഞ്ഞ ആളെങ്ങനെ അറിയാൻ ചെയ്തു? അങ്കിൾ അവരെ കണ്ടിരുന്നോ? അങ്കിള് 2 ഗുണ്ടകളെ മാത്രമേ കണ്ടുള്ളൂ. മുഖത്ത് അടി കിട്ടിയതുകൊണ്ട് വേറൊന്നും അങ്കിള് കണ്ടില്ലെന്നാ പറഞ്ഞ്. അമ്മ നിർബന്ധിച്ചിട്ട് ഞാനും അങ്കിളും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാ. രഘുവേട്ടൻ ഇപ്പൊ എവിടെയുള്ളേ? എന്റെ കൂടെ ഞാൻ ദാസങ്ങളുടെ കൂടെ ചെയ്തു. ആ മോളെ, ഞാനും രഘുവും കൂടി പഞ്ചരത്നത്തിലേക്ക് പോവാം. അണ്ണൻ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതെന്തിനാ അങ്കിൾ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, രഘുവും ഞാനും സച്ചിയുടെ സഹായത്തോടെയാണ് പലതും ചെയ്തതെന്ന് മഞ്ചാടി അണ്ണൻ അറിയിച്ചു. അച്ഛനത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. അങ്കിളും രഘുവേട്ടനും പോയി അച്ഛനോട് ഇനി എന്ത് സമാധാനം പറയും? ആ ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങളും. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ചേ. വിനയൻ ആരോ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിയിക്കണം. അച്ഛനെ അറിയിക്കണോ അങ്കിൾ? അയ്യോ, ഇതും കൂടെ കേട്ടാ അച്ഛന്റെ BP കൂടത്തേ ഉള്ളൂ. ഏയ്, അത് കുഴപ്പമില്ല. ഇതുവരെ സംഭവിച്ചതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ. അണ്ണം പിടിച്ചെന്നോളും. നീ പറയുമ്പോ ഞാനും രഘുവും വിനയൻ അന്വേഷിക്കാൻ വേണ്ടി പോരിക്കാണെന്ന് കൂടി പറയണം. പോലീസിൽ പരാതി കൊടുക്കുന്നില്ല അങ്കിൾ, അത് പോരെ? ഏയ്, അത് പോരെ മോളെ. പോലീസ് അവനെ കണ്ടെത്തും മുമ്പ് ഞങ്ങൾക്ക് അവനെ കിട്ടണം. എങ്കിൽ ആ ഫോൺ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും. ശരി, ഞാനെന്നാ അച്ഛനെ വിളിച്ചൊന്ന് പറയട്ടെ. എന്നാ ഞാൻ വെക്കാം. ആ, അപ്പൊ ശരി. രഘു, തൽക്കാലം അണ്ണന്റെ അടുത്ത് പോകാതെ രക്ഷപ്പെടാൻ ഇത് മതി. ഇനി വിനയനെ കണ്ടെത്താനുള്ള വഴി നോക്കണം. ഇനി അവരെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ സിറ്റിയിലേക്ക് പോവാ. പറ്റിയാൽ അവിടെ വെച്ച് അവരെ കാണാം. ഇല്ലെങ്കിൽ ഈ പ്രമാണവുമായി കനകരാജനെ ചെന്ന് കണ്ട് പണം ചോദിക്കും. അത് കിട്ടുവാണെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്നും രഘുവിന് വേണ്ടി ദാസ് വാങ്ങിയ കടം തീർത്തിട്ട് വരും. അനു, നീ ഒന്ന് രഘുവേട്ടനെ വിളിച്ചു നോക്ക്. അവർ ചിലപ്പോ അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെങ്കിലോ? അതെ അച്ഛാ, 2 പേരും ഒരുമിച്ച് വരാന്ന് പറഞ്ഞല്ലേ. അവരിങ്ങോട്ട് വരുന്നതല്ലേ അച്ഛാ നല്ലത്. ഞാൻ രഘുവേട്ടനെ വിളിച്ചു നോക്കട്ടെ. വേണ്ടാനു, ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാൻ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നേ പറയൂ. എനിക്കിനി കാത്തിരിക്കാൻ സമയമില്ല. സച്ചിയുടെ കടം തീർക്കാത്ത ഓരോ നിമിഷവും എന്റെ മഞ്ചാടിമോളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റോണ്ടിരിക്കുക. അച്ഛാ, ഞാൻ കൂടി അച്ഛൻ്റെ ഒപ്പം വന്നോട്ടെ. ഇന്ന് വന്നാ നാളത്തെ ക്ലാസ്സെങ്കിലും മുടങ്ങാതിരിക്കുമല്ലോ. ശരി, നീ കൂടി വാ. ദാസിനെയും രഘുവിനെയും പറ്റിയാൽ നമുക്ക് അവിടെ വെച്ച് ഒരുമിച്ച് കാണാം. ശരി അച്ഛാ.
ചീരു ആണല്ലോ. ആ ചിരു, എന്താച്ചാ? എന്താച്ചാ ചീരു എന്താ അച്ഛനെ വിളിച്ചു പറഞ്ഞേ? അത് വിനയനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, രഘുവും ദാസും അതിന്റെ പുറകെ പോയിരിക്കാണത്രേ. ചീരുമോൾ ഉടനെ തന്നെ പോയി പോലീസിൽ പരാതി കൊടുക്കും. അന്നും അവനെ പിടിച്ചോണ്ട് പോകാൻ തന്നെയാച്ചാ അവര് വന്നത്. ഞാനും ചേരും കണ്ടതുകൊണ്ട് മാത്രം അന്ന് രക്ഷപ്പെട്ടതാ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? വിനയനെ പോലെ ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? വെറുതെ ആരും ഒരാളെ തട്ടിക്കൊണ്ടു പോവില്ലല്ലോ അച്ഛാ. വിനയന്റെ സ്വഭാവം വെച്ച് അവൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കാണും. അങ്ങനെ ഒരുത്തന്റെ അടുത്തേക്ക് ചീരുവിനെ പറഞ്ഞയക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ അനു? അച്ഛാ അത് കുഴപ്പമില്ല അച്ഛാ. ഇതൊരു അവസാന പരീക്ഷണമായിട്ട് എടുക്കാം നമുക്ക്. നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചില്ലാന്ന് വേണ്ടല്ലോ. മതി, എന്റെ മക്കൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടിലെത്താൻ കഴിഞ്ഞല്ലോ, അത് മതി. മഞ്ചടി, നമുക്ക് പോവാം. പോയിട്ട് വരാം.